രണ്ടാമത്തേത് കാൽക്കുലേറ്റ് ദ കറന്റ് ഡ്രോൺ ഫ്രം ദ cell. മൂന്നാമത്തേത് സ്റ്റേറ്റ് വെദർ the current through 10 ohm resistor is greater than, less than, or equal to the current through the 12 ohm resistor. ഫിഗർ കാണിക്കാം. ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നോക്കിയേ, ഇത് രണ്ടും സീരിയസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇത് രണ്ടും സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ RS ഈക്വൽ എത്രയാ? 10 ohm പ്ലസ് 6 ohm അല്ലേ? എത്രയാ? 16 ohm. ഓക്കെ, ഇവരെ രണ്ടുപേരെയും വീണ്ടും സീരിയസ് ആയിട്ട് എടുക്കാം. ഇടയ്ക്ക് വല്ലതും പോയി എടുത്തു വെക്കാം. മറ്റേത് എടുത്തൂല്ല. അതിന്റെ പാസ്വേഡ് കൂടെ പറ. അല്ല അടുത്തത് വീണ്ടും RS ഈക്വൽ എത്രയാ? 12 പ്ലസ് 4 ഈക്വൽ എത്രയാ? 16. അപ്പൊ വീണ്ടും ഇത് രണ്ടും എന്തായിട്ട് മാറി? പാരലൽ ആയിട്ട് മാറി. കാരണം ഇത് രണ്ടും ചേർത്ത് ഒരെണ്ണമായി, ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരെണ്ണമായി. അപ്പൊ അത് രണ്ടും വീണ്ടും പാരലൽ. അപ്പം അത് 1/RP ഈക്വൽ എത്രയാണ്? 1 ഇപ്പൊ കിട്ടിയ 2 RS 1/RS പ്ലസ് 1/RS ശരിയല്ലേ? അതായത് 1/16 പ്ലസ് 1/16 വരും. 1/RP ആണ് 1/16. സോറി, 1/RP ഈക്വൽ ടു നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 2/16 എന്ന് എഴുതാം. അവിടുന്ന് RP കണ്ടുപിടിക്കണമെങ്കിൽ 16/2 എന്ന് എഴുതാം.
8 ഓം ആയിരിക്കും ആദ്യത്തെ ആൻസർ. അതായത് എഫക്റ്റീവ് കാൽക്കുലേറ്റ് ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി എന്താ കറണ്ട് കണ്ടുപിടിക്കുന്നത്? ഇപ്പോഴും ആലോചിച്ചോണം, ഇൻഡിവിജ്വൽ റെസിസ്റ്റർ വെച്ചിട്ടല്ല നമുക്ക് കറണ്ട് വേണ്ടത്. I ഈക്വൽ ടു V/R ഇക്വേഷൻ. R എന്തായിരിക്കണം? R ടോട്ടൽ ആയിരിക്കണം കേട്ടോ. അപ്പൊ ടോട്ടൽ എന്താ നമുക്കിപ്പോ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. അപ്പൊ I ഈക്വൽ ടു എന്താ V/R. V 4 ആണ്, R 8 ആണ്. 1/2 വരും 0.5 ആംപിയർ. അതായത് നോക്കിയോ, ഇവിടത്തെ ഈ മൂന്നാമത്തെ ആൻസർ അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? സ്റ്റേറ്റ് വെദർ ദ കറണ്ട് ത്രൂ 10 ohm resistor is greater than, less than or equal to current through 12 ohm resistor. അതായത് ഈ ഭാഗത്തോട് ഈ 10 ohm റെസിസ്റ്ററിനകത്തൂടെ പോകുന്ന കറണ്ട് 12 ohm റെസിസ്റ്ററിനെക്കാട്ടിലും കൂടുതലാണോ കുറവാണോ അതോ ഈക്വൽ ആണോ? ശരിക്കും ഈക്വലാണ്. കാരണം എന്താണ്? ഇതിന്റെ രണ്ടിന്റെ എഫക്റ്റീവ് എടുക്കുമ്പോൾ 16 ഇതിന്റെ രണ്ടിന്റെ എഫക്റ്റീവ് എടുക്കുമ്പോഴും 16 രണ്ടിന്റെയും ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ അങ്ങനെയാണ് ഇതിലൂടെ പോകുന്ന കറണ്ട്. പക്ഷെ
ഇൻ സീരീസ് എന്താണ് ഇൻ പാരലൽ കണക്ഷൻ നമ്മൾ പഠിച്ചത് എന്താ വോൾട്ടേജ് ആണ് സെയിം എന്നാണെങ്കിലോ കറണ്ട് ഡിഫറെന്റ് ആണ് പക്ഷേ ഇവിടെ റെസിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് സെയിം കറണ്ട് ആയിരിക്കും അതാണ് എൻ്റെ ആൻസർ അപ്പൊ അത് എഴുതി തരാം ഇതുപോലെ എഴുതിക്കും the voltage across both parallel branches is same അതായത് 4 volt since both branches also have same total resistance that is 16 ohm. The current flowing through each branch is identical. അടുത്ത ക്വസ്റ്റ്യൻ വേറെ ഒരു സംശയം ചോദിക്കട്ടെ പറഞ്ഞോ ഈ ഇതിനകത്ത് ഈ 10 ohmsനെ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ഏതാ ഈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് 10 ohms and 12 ohms അല്ല ടോട്ടൽ അത് 10 ഓമും 12 ഓമും ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആണ് പക്ഷേ ആ 10 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് തന്നെ ആയിരിക്കുമല്ലോ തൊട്ടപ്പുറത്തുള്ള റെസിസ്റ്ററിനകത്തൂടെ പോകുന്നത് കാരണം സീരീസ് കണക്ഷനിൽ എന്താ ടോട്ടൽ കറണ്ട് സെയിം ആണ് അല്ല സീരീസ് കണക്ഷനിൽ എല്ലാ റെസിസ്റ്ററിലൂടെ പോകുന്ന ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കിക്കോ നമുക്ക് ഈ റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് ഈ റെസിസ്റ്ററിലൂടെ പോകുന്ന ഇതിനേക്കാളും കൂടുതലാണോ ഈക്വൽ ആണോ കുറവാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ശരിക്കും അത് മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റെസിസ്റ്റൻസ് കൂടുതലാണ് റെസിസ്റ്റൻസ് കുറവാണ് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും മാത്രമല്ല പാരലൽ കറണ്ട് എപ്പോഴും ഡിഫറൻ്റ് ആയി പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കി ഈ 10 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് തന്നെ ആയിരിക്കുമല്ലോ 6 ഓമിൽ കൂടെ പോകുന്നത് അപ്പൊ ഇതിന്റെ എഫക്റ്റീവ് എടുക്കുമ്പോൾ ഇവിടെ മൊത്തം 16 ഓം ആയി ഇതിന്റെ എഫക്റ്റീവ് എടുക്കുമ്പോൾ ഇവിടെ 16 ഓം ആയി അതിനർത്ഥം ഇതുവഴി കറണ്ട് വന്ന് സ്പ്ലിറ്റ് ആവുമ്പോൾ ഇവിടെ കൂടെ 2 ആംപിയർ പോവുമെങ്കിൽ ഇവിടെ കൂടെ എത്ര തന്നെ ആയിരിക്കും പോകുന്നത് 2 ആംപിയർ തന്നെ അത് റെസിസ്റ്റൻസ് സെയിം ആയിരുന്നു ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലായിരുന്നെങ്കിലും ഇവിടെ കൂടെ കുറച്ച് കറണ്ടേ പോകത്തുള്ളൂ ഇപ്പൊ ഇവിടെ ഒരു 15 വന്നു 15 4 ഇവിടെ 19 ഇവിടെ 16 ഉള്ളൂ ഇപ്പൊ റെസിസ്റ്റൻസ് കൂടുതലുള്ളിടത്ത് ഇവിടെ കുറവ് കറണ്ടേ പോകും അപ്പൊ ഇതുവഴി 4 ആംപിയർ കറണ്ട് ആണെങ്കിൽ ഇതുവഴി എത്ര ഇതുവഴി ചിലപ്പോൾ 1 ആംപിയറേ പോകും ബാക്കി 3 ആംപിയർ പോകത്തുള്ളൂ മനസ്സിലായോ മനസ്സിലായി സർ ഓക്കെ അപ്പം ഇത് നോക്കിയോ ഇങ്ങനെ ഒരു പടം അവർ തന്നിരിക്കുകയാണ് അല്ലെങ്കിൽ given below is a circuit to study the magnetic effect of electric current. A, B, C, D is a cardboard kept perpendicular to the conductor. Explain. A magnetic compass is placed at the point P of the cardboard. P
P1 and P2 are the position of magnetic compass before and after passing current through X5 respectively. അത് ഇത്ര എഴുതുന്ന പാഠം. പടം തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 3 dimensional ആയിട്ട് കണക്കാക്കണം. ഞാനൊരു കണ്ടക്ടർ തന്നിരിക്കുകയാണ്, ഇത് X. എന്നിട്ട് ഇതിലോട്ട് ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഈ ഒരു കാർഡ്ബോർഡിന്റെ ഇടയിലോട്ട് ഇത് കുത്തിക്കയറ്റി വെച്ചു. എന്നിട്ട് ഇത് ഒരു റെസിസ്റ്ററിന്റെ സഹായത്തോടുകൂടി റെസിസ്റ്റർ വേരിയബിൾ റെസിസ്റ്റൻസ് എന്ന് പറയും. ഒരു റെസിസ്റ്റർ റിയോസ്റ്റാറ്റിന്റെ സഹായത്തോടുകൂടി ഒരു DC സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാറ്ററി DC സപ്ലൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാലല്ലേ കറന്റ് ഡയറക്ഷൻ പിടിക്കാൻ പറ്റുള്ളൂ. കറന്റ് ഡയറക്ഷൻ പിടിച്ചാലേ തമ്പ് റൂൾ വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പിടിക്കും. പക്ഷേ ഇവിടെ വേറൊരു ഹിന്റ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു കീയും. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞത് ഇവിടെ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് കോമ്പസിന്റെ പൊസിഷൻ, P2 എന്ന് പറയുന്നത് മാഗ്നറ്റിക് കോമ്പസിന്റെ പൊസിഷനാണ്. എപ്പോഴൊക്കെയാണെന്നറിയാം? അതായത് കറണ്ട് കടത്തി വിടുമ്പോഴും കറണ്ട് കടത്തി വിടാത്തപ്പോഴും. ഓക്കെ, ഇനി ഇത് ഞാനിങ്ങനെ ഒരു ഇതായിട്ട് ഇത് A, ഇത് C, ഇത് B, ഇത് D. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ആരോ വന്നിട്ട് ഈ സൈഡ് നോർത്ത് പോൾ ആണ്, മുകളിലത്തെ നോർത്ത് പോൾ. ഓക്കെ ആണല്ലോ, ഇത്രയുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ അവര് നമ്മൾ ഓർക്കേണ്ടത്, എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ അറിയോ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ റൂൾ ദാറ്റ് is used to predict the direction of deflection of the magnetic compass. Clear ആണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ദ കണ്ടക്ടർ when circuit is complete. രണ്ടിന്റെ ആൻസർ. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് എഴുതാം. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. വാട്ട് നെയിം ദ റൂൾ യൂസ് ടു പ്രെഡിക്ട് ദ ഡയറക്ഷൻ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് മാഗ്നറ്റിക് കോമ്പസ്. ഏത് റൂൾ? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവര് P1 എന്ന് പറഞ്ഞല്ലോ, P1 ആൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പാസിംഗ് കറണ്ട്. അതായത് ബിഫോർ പാസിംഗ് കറണ്ട് എന്ന് പറയുന്നത് എന്താ? കറണ്ട് പാസ് ചെയ്യുന്നില്ല. കറണ്ട് പാസ് ചെയ്യാത്തപ്പോൾ ഇത് ഇവിടെ കോമ്പസ് ഫീൽഡ് എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് കണ്ടോ?
ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവച്ച സമയത്ത് എന്താണ് ഇതേണ്ട ഇങ്ങനെയാണ് ശരിയാണ്, ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ ഈ ഭാഗം നോർത്ത്, ഈ ഭാഗം നോർത്ത്, ഈ ഭാഗം സൗത്ത്, ഈ ഭാഗം ഈസ്റ്റ്. കണ്ട നോർത്ത് മണ്ടയ്ക്കാണ്. അപ്പൊ ഇങ്ങനെ വരച്ചിരിക്കുന്നെങ്കിലും നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതാണ്. മനസ്സിലായി? 3 ഡയമെൻഷനിൽ ചിന്തിക്കണം. ഓക്കെ. അപ്പം കറണ്ട് കടത്തി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ കോമ്പസ് നീഡിൽ തന്നെ ഇങ്ങനെ ആയിരിക്കും. കറണ്ട് കടത്തി വിടുമ്പോൾ എങ്ങനെയായി മാറി? കോമ്പസ് നീഡിൽ എങ്ങനെയായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കറണ്ട് കടത്തി വിടുമ്പോൾ കോമ്പസ് നീഡിൽ ഇങ്ങനെയായി മാറി അല്ലേ? അപ്പൊ ഇങ്ങനെയായി മാറിയെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കണം? ഈ ഡയറക്ഷനിൽ വരണം. എന്നാലല്ലേ ഇവിടെ ആരോ ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യത്തുള്ളൂ അല്ലേ? എന്നാലല്ലേ ഇവിടെ നോക്കുമ്പോൾ ആരോ ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ ആയിരിക്കണം മാറി. അപ്പൊ നോക്കി, കറണ്ട് മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴല്ലേ തമ്പ് റൂൾ വെച്ചിട്ട് നോക്കി, മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ തമ്പ് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ തമ്പ് ഇങ്ങനെയായിരിക്കും. ബാക്കി ഫ്രണ്ടിൽ നിന്ന് എങ്ങനെയാണ് അല്ലേ? അങ്ങനല്ലേ? എന്നാലല്ലേ ഈ തമ്പ് കറങ്ങി തന്നെ ഇങ്ങനെ വരത്തുള്ളൂ. ഇങ്ങനെ വരുമ്പോഴല്ലേ ഈ കോമ്പസ്. ആ കോമ്പസ് നീഡിൽ ഇവിടെ വെച്ചിരിക്കുന്നെങ്കിലോ ആ കോമ്പസ് നീഡിൽ തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും. ആ കോമ്പസ് നീഡിൽ ഇവിടെ വെച്ചിരിക്കുന്നെങ്കിലോ ആ കോമ്പസ് നീഡിൽ ഇങ്ങോട്ടേക്കായിരിക്കും. ആ കോമ്പസ് നീഡിൽ ഇവിടെ വെച്ചിരിക്കുന്നെങ്കിലോ ഇങ്ങോട്ടേക്ക്. കാരണം നമുക്കറിയുന്നുണ്ട് ഇങ്ങനെയാണ് മാഗ്നറ്റിക്. മനസ്സിലായോ? ഇവര് ചോദിച്ചിരിക്കുന്നത് എന്താ? നെയിം ദ റൂൾ. എന്താ? തമ്പ് റൂൾ. സ്റ്റേറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ കണ്ടക്ടർ. എവിടാ കറണ്ട് എങ്ങനെ വരുമ്പോഴാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആവുന്നത്? എക്സിൽ നിന്ന് വൈയിലോട്ടാണോ, വൈയിൽ നിന്ന് എക്സിലോട്ടാണോ? എക്സിൽ നിന്നും വൈയിലോട്ട്. ഇവിടും ഇങ്ങനെ വന്നാലേ തിരിച്ചു പിടിക്കുമ്പോൾ ഈ ഡയറക്ഷനിൽ ഇതാകും. അപ്പം ആൻസർ എന്താ? എക്സ് ടു വൈ. ഐഡിയ കിട്ടിയോ? If the resistance is increased, then what will be the effect on the magnetic lines of force around the conductor? ആ റെസിസ്റ്റൻസ് കൂട്ടിയാണ് സംഭവിക്കും. അത് ആ ക്വസ്റ്റ്യൻ കൂടെ എഴുതിയോ? വാട്ട് if resistance R is increased, then what will be the effect on the magnetic lines of force around the conductor? എന്താണ്? റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് കൂടിയ കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞാൽ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് കുറയും. അതായത് നേരത്തെ നമുക്ക് ഏകദേശം 1, 2, 3, 4, 5 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ കറണ്ട് കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണം കുറഞ്ഞു. മനസ്സിലായോ? അതാണ് ആൻസർ. ഓക്കെ. അപ്പം ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് കറണ്ട് റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. കറണ്ട് കുറയുന്നതിന്റെ ഭാഗമായിട്ട് strength of magnetic field decreases. If R increases, current decreases. So strength of magnetic field decreases.
അങ്ങനെ ഇതും കൂടെ എഴുതാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കുറയുന്നു. അത് ഇങ്ങനെ എഴുതുന്നത്. സോ ദ ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾസോ ഡിക്രീസ്. ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ? Identify the type of transformer. In this type of transformer, which of the wire is thicker? Give reason. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിൽ കുറവെന്ന് പറയുമ്പോഴത്തേക്കും അതിനർത്ഥം സ്റ്റെപ്പ് ഡൗൺ. കാരണം ഇവിടാണ് വോൾട്ടേജ് കൂടുതൽ വരുന്നത്, ഇവിടെ വോൾട്ടേജ് കുറവ്. വോൾട്ടേജ് കൂടുതലുള്ളപ്പോൾ ഇവിടെ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് വേണം, ഇവിടെ കുറവ്. മനസ്സിലായി? അപ്പം ഐഡന്റിഫൈഡ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ. പക്ഷെ തിക്നെസ് ആർക്കായിരിക്കും കൂടുതൽ? നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലാണ് കൂടുതലെങ്കിലും തിക്നെസ് കൂടുതൽ സെക്കൻഡറിയിലായിരിക്കും. കാരണം എന്താ? സെക്കൻഡറിയില് വോൾട്ടേജ് കുറയും, പക്ഷെ കറണ്ട് നല്ല കൂടുതലായിരിക്കും അവിടെ വലിക്കുന്ന കറണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? തിക്കായിട്ടുള്ള ഇത് വേണം. അതാണ് അതിന്റെ രണ്ടാമത്തെ റീസൺ. അപ്പൊ ഇത് എന്താണ്? സെക്കൻഡറിയിലാണ്. സെക്കൻഡറി ഇങ്ങനെ എഴുതിയത്, വയർ ഓഫ് സെക്കൻഡറി ഈസ് തിക്കർ. അതിന്റെ റീസൺ കൂടെ എഴുതി. Wire of secondary is thicker because secondary current is higher than primary. ഇതിന്റെ ഇക്വേഷൻസ് പഠിച്ചു വെച്ചോണം കേട്ടോ. ES by EP is equal to NS by NP is equal to P യുടെ വരുമ്പോൾ മാത്രം IP by IS. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ആൻസർ വന്നത്. VS by VP is equal to IP by IS. സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ, അല്ലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ, പ്രൈമറിയിലായിരിക്കും കറണ്ട് കൂടുതൽ. പ്രൈമറിയിലാണ് വോൾട്ടേജ് കൂടുതലെങ്കിൽ സെക്കൻഡറിയിലായിരിക്കും കറണ്ട് കൂടുതൽ. അതുകൊണ്ടാണ് ആ റിലേഷൻ അങ്ങനെ വന്നത്. ES by EP is equal to IP by IS. അടുത്ത ക്വസ്റ്റ്യൻ. The voltage, current, reading of a certain material are shown in the table given below.
study another question. Study the table. Another question. State whether the conductor used is ohmic or non-ohmic. രണ്ടാമത്തേത് justify your answer. മൂന്നാമത്തേത് state Ohm's law. ഈ ഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നി? എന്തിന്റെ ഗ്രാഫ്? ഒമിക്കിന്റെ ആണ്. ഒമിക്കിന്റെ ഗ്രാഫ് വരുവാണെങ്കിൽ എങ്ങനെ വരുന്നത്? ഇങ്ങനെ വരും. നോൺ ഒമിക്കിന്റെ വരുവാണെങ്കിൽ എങ്ങനെ വരും? ഇതിനകത്ത് ആരുടെയാണെന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? 2 വന്നപ്പോ 10 വന്നു. അപ്പൊ അടുത്തത് 3 വരുമ്പോ ഇത് 24 വരുമ്പോ 30 ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്? ഈ BI ഗ്രാഫ് അതായത് ഒമിക്കിന്റെ ആണെങ്കിൽ ഓരോ ടേമും ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരേപോലെ കിട്ടും. സ്ലോപ്പ് റെസിസ്റ്റൻസ് അല്ലേ? BI ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് BI ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്ത് കഴിഞ്ഞാൽ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താ? രണ്ട് കോർഡിനേറ്റ് എടുത്തിട്ട് x2 - x1 ഡിവൈഡ് ബൈ y2 - y ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? BI ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ്. IV ഗ്രാഫ് ആണെങ്കിൽ നോക്കി ചേഞ്ചിങ് y ആക്സിസ് ബൈ ചേഞ്ചിങ് x ആക്സിസ് ഇവിടെ v ബൈ i ആണ് വരുന്നത്. പക്ഷെ ഇവിടെ ചേഞ്ചിങ് y ആക്സിസ് എന്ന് പറയുമ്പോൾ i ബൈ v ആണ്. i ബൈ v എന്ന് പറയുമ്പോൾ 1 ബൈ റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇത് മൈനസ് ഇത് ഡിവൈഡഡ് ബൈ ഇത് മൈനസ് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതും ഇത് മൈനസ് ഇത് ഡിവൈഡ് ബൈ ഇത് മൈനസ് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതും ആയിരിക്കും റെസിസ്റ്റൻസ്. നമുക്ക് അതൊന്നും അല്ല വേണ്ട. നമുക്ക് എന്ത് വേണം? നമുക്ക് ഒമിക്കാണോ നോൺ ഒമിക്കാണോ എന്ന് കണ്ടുപിടിക്കണം. ഒമിക്കാണെങ്കിൽ നോൺ ഒമിക്കാണെങ്കിൽ പ്രത്യേകത എന്തായിരിക്കും പ്രത്യേകത? അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒമിക്കാണോ നോൺ ഒമിക്കാണോ. ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം ഇതും ഇതുവാന്നുള്ള കാര്യം. ഗ്രാഫ് ഇത് റീഡിംഗ് ആണെന്നിരിക്കുന്നത്. റീഡിംഗ് വെച്ച് നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഇപ്പൊ എത്ര 1 2 3 4 ഇത് 10 20 30. അപ്പം നമുക്ക് 2 ന് 10 ആവുന്നില്ല, 3 ക്ക് 20 ആവുന്നില്ല, 4 ന് 30 ആവുന്നില്ല. അപ്പൊ ഈ ഗ്രാഫ് കണ്ടോ, 1 അവിടെ സ്പേസ്. അപ്പൊ അതിനർത്ഥം എന്താ? ഇങ്ങനെ പോവാ. അല്ലെങ്കിൽ എന്ത് വന്നേനെ? 1 എന്തെങ്കിലും കൂടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വളവാ, ഇങ്ങനെ പോകും. ഇപ്പോഴേ മനസ്സിലാക്കാൻ വരയ്ക്കൊന്നും കാണിക്കണ്ട. ഒമിക്കാണോ നോൺ ഒമിക്കാണോ ശരിയാ. അത് എന്തുകൊണ്ടാണെന്ന് വേറെ രീതി മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ്? ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. 10/2 എത്ര? 10/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? എടാ v ബൈ i ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? ഇത് v അല്ലേ, ഇത് i അല്ലേ? v ബൈ i ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? v ബൈ i ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കിട്ടുന്നത്? റെസിസ്റ്റൻസ്. അപ്പം VI ഗ്രാഫിന്റെ റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആണോ? ഏത് റീഡിംഗ് എടുത്താലും v ബൈ i ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? കോൺസ്റ്റന്റ്. ഇവിടെ v ബൈ i ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 5 Ω. ഇവിടെ v ബൈ i ചെയ്യുമ്പോൾ 6.3 Ω. ഇവിടെ v ബൈ i ചെയ്യുമ്പോൾ 7 പോയിന്റ് സംതിങ്. റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ല. അല്ലാതെ പടം വരച്ച് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുമായിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? ബോക്സ് എങ്ങനെ വന്നേനെ? 3 2 ക്ക് 10 വന്നു, അടുത്തത് 3 ക്ക് 15 വന്നേ, അടുത്തതിന് 4 ന് 5 അല്ലേ, 4 ന് 20 വന്നു.
അപ്പം v by a 10/2 5 15/3 5 20/4 ഇങ്ങനെ വരാം. അപ്പൊ അത് ഒമിക്കിന്റെ ഗ്രാഫ് മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ ആൻസർ മനസ്സിലായല്ലോ, എന്താ നോൺ ഒമിക്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ റെസിസ്റ്റൻസ് ഈസ് നോട്ട് കോൺസ്റ്റന്റ് അല്ലേ? അല്ലെങ്കിൽ ഹിയർ ദ വാല്യൂ ഓഫ് v by a ഈസ് നോ, അത് അങ്ങനെ എഴുതിയാൽ ഹിയർ ദ വാല്യൂ ഓഫ് v by I is അടുത്ത ക്വസ്റ്റ്യൻ. ആ സ്റ്റേറ്റ് ഓംസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ at constant temperature potential difference, constant temperature നമ്മൾ potential difference applied across the ends of the conductor is directly proportional to current flowing through it. അങ്ങനെയാണോ? അങ്ങനെയാണ് പഠിച്ചത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഓക്കെ, പഠിക്കണം. ചോദിക്കും. Name the waves used in sonar. ഏതാ? ultrasonic wave. പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് രണ്ട് ക്ലിഫാ, രണ്ട് മലകളാണ്. ഓക്കെ, ആ മലകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 170 മീറ്റർ. ആരോൺ ദണ്ട് ഇവിടെ നിൽക്കുകയാണ്. ആ ആരോണും ക്ലിഫും തമ്മിലുള്ള ദൂരം അങ്ങനെയാണെങ്കിൽ ഇൻ ദ എബവ് ഡയഗ്രാം ആരോൺ stands between two cliffs and claps her hand. Determine the time taken by her to hear the first echo. Speed of sound in air is 320 meter per second.
ഇതില് എത്ര ഫസ്റ്റ് എക്കോ ടൈം ടേക്ക് അല്ലേ? അല്ല, ഇതിന്റെ എറോ ഡയഗ്രാം ടു ക്ലിപ്പ് ആൻഡ് ക്ലാസ് determine the time taken by the time taken by him ആരോന്നല്ലേ ഇതിനകത്ത് പേര് നല്ലതേ പെട്ടെന്ന് ആരും ഓക്കെ പറ ക്ലിഫ് എ ക്ലിഫ് ബി എന്നുണ്ടേ ക്ലിഫ് എ ക്ലിഫ് ബി പറയട്ടെ പറയാല്ലേ ഓക്കെ ഇവിടെ നോക്കി ഇത് 160 ഇതെത്രയാണ് നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2d ബൈ ടി ആണ് അല്ലേ? അവിടുന്ന് ടി ഈസ് ഈക്വൽ ടു 2d ബൈ ബി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു ഇങ്ങോട്ടേക്ക് പോയിട്ട് വരുന്ന അല്ലെങ്കിൽ കാരണം ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്സ്റ്റക്കിളെ തട്ടി തിരിച്ചു വരുമ്പോഴേ എക്കോ കേൾക്കത്തുള്ളൂ. ഇവിടെ ആരോട് ഇവിടെ ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഈ ഡയറക്ഷനിലോട്ടും പോകും ഈ ഡയറക്ഷനിലോട്ടും പോകും. ഏത് ഡയറക്ഷനിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന ലൈറ്റ് അല്ല സോറി സൗണ്ട് ആണ് എക്കോ ആയിട്ട് കേൾക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞിട്ടേ ഇത് 10 മീറ്റർ അല്ലേ ഉള്ളൂ. എക്കോ കേൾക്കാൻ വേണ്ട മിനിമം ഡിസ്റ്റൻസ് എത്ര ആണോ? അപ്പം ഇവിടത്തെ പോയിട്ട് തിരിച്ചു വരുന്നത് എക്കോ ആയിട്ട് കേൾക്കത്തില്ല. ശബ്ദം കേൾക്കും പക്ഷെ എക്കോ ആയിട്ട് കേൾക്കത്തില്ല. ഒരു മുഴക്കം പോലെ വല്ലതും കേൾക്കും. അപ്പം പിന്നെ കേൾക്കുന്ന ഏതായിരിക്കും? ഇതായിരിക്കും. അതിന്റെ ടൈം കണ്ടുപിടിച്ചാണ്. അപ്പൊ എന്താ 2 ഇൻറ്റു 160 ഡിവൈഡഡ് ബൈ 320 എത്രയാ? 320 ബൈ 320 വരും. എത്ര? ഇവിടെ ഓക്കെ ആണോ? അപ്പൊ ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നത് 1 സെക്കൻഡിനുള്ളിൽ എക്കോ കേൾക്കും. ശരിയല്ലേ? അപ്പം ഇങ്ങനെ എഴുതാം. He will hear the sound reflected from cliff B as echo. And അല്ല and വേണ്ട, also he cannot distinguish the sound reflected from cliff A since the distance is less than the minimum distance required to hear a distinct echo. അതായത് ഇപ്പം ഇങ്ങോട്ട് ആരും ഇങ്ങനെ കൊട്ടുന്ന സമയത്ത് ആ ഷോർട്ടർ സൈഡിൽ നിന്ന് പോയിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അതപ്പോ എക്കോ ആണോ അതോ നമ്മുടെ റിയൽ ശബ്ദമാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? മറ്റേത് തന്നെ 1 സെക്കൻഡിനുള്ളിൽ തിരിച്ചു വരും. അപ്പൊ പിന്നെ ഇതെന്തോ അത് 160 മീറ്റർ പോയിട്ട് തിരിച്ചു വരും. ഇതപ്പോ എന്തുമായിരിക്കും? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശബ്ദം റിയൽ ടൈമിൽ തന്നെ ആയിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് എക്കോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എക്കോ എന്ന് പറയുന്നത് എന്താ? കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അടുത്ത കൂ കേൾക്കത്തുള്ളൂ. കൂ 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 കൂ. മറ്റേ കൂ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? കേട്ടോണ്ടിരിക്കും. നമുക്ക് എക്കോ കിട്ടത്തില്ല. ഹലോ,
സെറ്റുമ സെറ്റുമ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. Complete the following radioactive reaction. X gives Y plus He42 gives Z1234 plus E91 0. ഇത് തെറ്റിപ്പോയി. ഇത് 91 ആക്കിയിട്ട് ഇത് -1 ആലോചിക്കാം. ശരി. ആ എന്താ ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ മാത്രമല്ല, ഇവിടെ ഒന്ന് ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് നടന്നപ്പോഴാണ് ഇത് ബീറ്റ എമിഷൻ നടന്നാലേ അങ്ങനെ ആകും. ശരിയല്ലേ? ഇതിന് ബീറ്റ എമിഷൻ നടക്കണം, ഇതിന് ബീറ്റ എമിഷൻ നടക്കുമ്പോഴാണ് വരുന്നത്. അപ്പം ഇവിടെ എന്തായിരിക്കണം? വൈ. തിരിച്ചാലോചിക്കണം. നമ്മൾ ഇങ്ങനെ പഠിച്ചു, അത് തിരിച്ചാലോചിച്ചാലേ പറ്റും. ഇവിടെ 91 -1 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്തായിരിക്കും? 90 ആയിരിക്കും. ഇവിടെ 200, അതായത് അതിനകത്തുനിന്ന് 4 പോയി. 4 പോയപ്പോഴാണ് 234 ആയത്. അപ്പൊ ഇത് എത്ര ആയിരിക്കണം? 238 ആയിരിക്കും. അപ്പം 238-ഉം 4-ഉം എത്ര വരും? 242. എക്സിന് ആൽഫ എമിഷൻ സംഭവിച്ചപ്പോൾ എനിക്ക് തെറ്റി. എക്സിന് ആൽഫ എമിഷൻ സംഭവിച്ചപ്പോൾ ഇവിടെ അത് വരുന്നത്. കാരണം ഇവിടെ 238 വരുന്നു, ഇവിടെ 92 വരുന്നു. ആൽഫ എമിഷൻ നടന്നപ്പോൾ 4 എണ്ണം പോയിട്ട് ഇത് വൈ 234, ഇത് 90 ആയി. ഇല്ലയോ? അല്ലെങ്കിൽ ഇത് 93 ആയി.
ഇതിന് തന്നെ കേട്ടോ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാ നമ്മുടെ കൺസെപ്റ്റ് തെറ്റിപ്പോകുന്നത്. അതായത് ഇവിടെ നോക്കണം. അതായത് എക്സ് ഗിവ്സ് വൈ പ്ലസ് എച്ച് ഇ 4 വീണ്ടും ഗിവ്സ് എന്താണ് ഇസഡ് 91 234 പ്ലസ് ഒരു എന്താണ് ഏതാണ് ബീറ്റ എമിഷൻ ബീറ്റ പാർട്ടിക്കിൾ അല്ലേ. ഈ എക്സിന് ഇത് സംഭവിച്ചു. എക്സിന് തന്നെയാണ് ഈ ബീറ്റ എമിഷൻ സംഭവിക്കുന്നത് വൈക്കാൻ. അതായത് എക്സിന് ബീറ്റ എമിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ 234 ആവണമെങ്കിൽ അർത്ഥം എക്സ് ഈ 234 ആവണമെന്നുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് 234 തന്നെയായിരിക്കും. ഇത് എത്ര ആയിരിക്കും? എക്സിന് ബീറ്റ എമിഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര ആയിരിക്കണം? ഇത് 90 ആയിരിക്കണം. എക്സിന് കണ്ടോ 90ൽ നിന്ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു? 92 234 ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കണേ. അതായത് ഇവര് ഈ എക്സിനും അതായത് എക്സിന് തന്നെയാണ് ആൽഫ എമിഷൻ സംഭവിക്കുന്നത്, എക്സിന് തന്നെയാണ് ബീറ്റ എമിഷൻ നടക്കുന്നത്. ഞാൻ ഇതുവരെ കരുതിയത് എക്സിന് ആൽഫ എമിഷൻ സംഭവിച്ചിട്ട് വൈ ആയി, വൈക്ക് ബീറ്റ എമിഷൻ സംഭവിച്ചിട്ട് ഇസഡ് ആയി എന്നുള്ളതാണ്. പക്ഷെ അവര് ആൻസറിനകത്ത് അങ്ങനെ അല്ല എഴുതി. പക്ഷെ ഈ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നതിന്റെ വെച്ചിട്ട് അതും കൂടെ പറഞ്ഞു. ആൻസർ ഞാൻ വിചാരിച്ചു നമ്മൾ ആദ്യം എഴുതിയ പോലെ നെറ്റി കിടക്കുന്നത്. ഇതിന് ആൽഫ എമിഷൻ സംഭവിച്ചു, പിന്നെ ഇതിനാണ് ബീറ്റ എമിഷൻ സംഭവിക്കുന്നത്. നിങ്ങളുടെയൊക്കെ നമ്മുടെ ഈ ഗൈഡിനകത്ത് കിടക്കുന്നത് ഇതിന് തന്നെ ആൽഫ എമിഷൻ സംഭവിക്കുന്നു, എന്നിട്ട് ഇതാവുന്നു, ഇതിന് തന്നെ ബീറ്റ എമിഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അങ്ങനല്ല, ഇത് തരുമ്പോഴേ നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ആ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ അങ്ങ് മനസ്സിലാക്കാം. ഇത് വെച്ചിട്ട് അതായത് ഇവിടെ ശ്രദ്ധിച്ചോ എക്സിന് എക്സ് വൈ ഉണ്ടാവും, വൈയുടെ കൂടെ ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് എന്ന് പറയാൻ അർത്ഥം എന്തോ എക്സിന് ആൽഫ എമിഷൻ ആണ്. അത് ഇനി വൈക്കാണ് കണ്ടത് ഇവിടെ അഗീൻസ് വന്നിരിക്കുന്നത്. അതിനർത്ഥം വൈക്കാണ് എന്ത് സംഭവിക്കുന്നത്, എന്തോ സംഭവിച്ചിട്ട് എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാക്കണമെങ്കിൽ കണ്ടോ ഇവിടെ ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായി ഇവിടെ ബീറ്റ എമിഷൻ ആണ് നടന്നത്. ബീറ്റ എമിഷൻ നടന്നിട്ട് ഇസഡ് ഉണ്ടായി, ഇസഡിനാണ് എന്ത് 91 234. അപ്പൊ ഇവിടെ ബീറ്റ എമിഷൻ ഒരാളിന് ബീറ്റ എമിഷൻ നടക്കുവാണെങ്കിൽ അതിന്റെ മാസ് നമ്പറിന് വ്യത്യാസമൊന്നും കാണുന്നില്ല. അപ്പൊ ഈ വൈയുടെ മാസ് നമ്പർ ഇത് തന്നെയായിരിക്കും 234. ഇത് 91 മൈനസ് 1, അപ്പൊ ഇതെന്തായിരിക്കും 92 അല്ലേ. 92ൽ നിന്ന് 1 പോയപ്പോഴാണ് 91. മനസ്സിലായി. അപ്പൊ ഇത് 92 സെറ്റാണ്.
ഇനി അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇത് ആൽഫ പാർട്ടിക്കിൾ പോകണമെന്നുണ്ടെങ്കിൽ 234 4 കൂടെ ചേർത്തപ്പോൾ ഇത് എത്രയായിരിക്കും? 238. 92 2 കൂടെ ചേർത്ത് എത്രയായിരിക്കും? 94. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ 85 gram of water at 30 degrees Celsius is cooled to 5 degrees by adding certain mass of ice. Find the mass of ice required. അതേപോലെ ഇത് തന്നിട്ടുണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ 4.2 യൂണിറ്റ് വരുന്നില്ല. അതുപോലെ സ്പെസിഫിക് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 136.
ഇതാ ഇല്ല. ആ വരുവാ, അങ്ങോട്ട് വരാം. ഇതെല്ലാം വേറെ എവിടെയെങ്കിലും ഉണ്ടോടാ? ഇതെല്ലാം വേറെ എവിടെ? ഇതിനകത്തൊന്നും തന്നെയല്ലേ ഏർപ്പെട്ട്? രണ്ട് ക്ലിപ്പ് വിടും, ക്ലിപ്പിന്റെ
സാറേ ഇത് ഇത്രേ ഉള്ളു, ഏതാ ഇത്രേ ഉള്ളു ഇത്രയും? ഉള്ളു. അല്ലല്ല, അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്ത് കഴിഞ്ഞോ? ആ എത്ര ആൻസർ കിട്ടിയേ? 25 എത്ര? 25 ഗ്രാം. 25ഓ? എന്നോ ഞാൻ അറിയത്തില്ല. ഞാൻ ചെയ് ഈ മന്ത് ടൈം ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പിന്നെ യൂഷ്വലി നമ്മൾ ജൂൺ മുതൽ പിന്നെ ഒന്നെങ്കിൽ 8 to 9 9 to 10 ആയിരിക്കും. ഇപ്പം ചിലപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ ആ എടുക്കുന്ന സമയമില്ലേ 7:30 ആ ഒരു സമയത്താണ് എടുക്കുന്നത്. ഇപ്പോൾ അതിൽ ചെറിയ വ്യത്യാസം കാണും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നെങ്കിൽ 7:15 to 8:15 അല്ലെങ്കിൽ 8:15 to 9:15 9:15 to 10:15 ഇതിലേതെങ്കിലും ഒരു സ്ലോട്ട് ആയിരിക്കും എടുക്കുന്നത്. ഫിക്സ് ചെയ്യില്ല, അഡ്മിഷൻ നടക്കുന്നുള്ളൂ. മാത്രമല്ല ഈ മാസം ഈ കേരളയുടെ ഒക്കെ ബോർഡ് എക്സാം നടക്കും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളിലുണ്ട് ഇച്ചിരി തിരക്കാണ്. അപ്പം അതുകൊണ്ട് ഷെഡ്യൂൾ ചെയ്തില്ല. ഇപ്പം ഇന്ന ക്ലാസ് ഫിസിക്സിന് വെച്ചിരിക്കുന്നത് 6:30ക്കാണ്. എൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് 25 ഗ്രാം. കറക്റ്റാ? അവൻ എൻ്റെ ശരിയാണ്. ഓക്കെ, നീ ഒരു കാര്യം ചെയ്തോ. നമ്മുടെ അഭിനവ് ഒരു കാര്യം ചെയ്യും. അഭിനവിന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഇത് ചെയ്തു തരാം. ഓക്കെ, ഇവിടെ നീ എഴുതിയെടുത്തോ. അഭിനവ് ഇത് കംപ്ലീറ്റ് ചെയ്യണേ. ഇവിടെ നോക്കിയോ. ഇവിടെ മാസ് ഓഫ് വാട്ടർ എത്ര തന്നിരിക്കുന്നത്? മാസ് ഓഫ് വാട്ടർ എത്ര തന്നിരിക്കുന്നത്? 85 അല്ലേ? ഇനിഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ്? ഇനിഷ്യൽ ടെമ്പറേച്ചർ Ti, ഇനിഷ്യൽ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ. ഫൈനൽ ടെമ്പറേച്ചർ എത്ര? 5 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഇനിയും ശരിക്കും നമുക്ക് മാസ് ഓഫ് ഐസ് എത്രയാണ് അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അല്ലേ? അറിയത്തില്ല. ഓക്കെ, ഇനി അവിടുത്തെ ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? 0 അല്ലേ? ഇനീഷ്യൽ ടെമ്പറേച്ചർ അവിടുത്തെ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ Ti എന്ന് പറയുമ്പോൾ എത്ര?
0°C. അവിടുത്തെ ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എത്ര? 5°C. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ കോൾഡ് ബോഡി അല്ലേ? അപ്പൊ ഇവിടെ എഴുതേണ്ടത് ഹീറ്റ് ലോസ്റ്റ് ബൈ വാട്ടർ ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ ഐസ്. ഓക്കെ, എഴുതാലോ. MC മൈനസ് MC. ഇവിടെ എങ്ങനെ എഴുതേണ്ടത്? ഇവിടെ TI മൈനസ് TF എഴുതേണ്ടത്. ഇവിടെ എന്താ എഴുതേണ്ടത്? TF മൈനസ് TA. ഇവിടെ എഴുതേണ്ടത് എന്താ? MW ഇൻറ്റു C ഇൻറ്റു എന്തെന്ന് എഴുതണം? TI മൈനസ് TF ഈസ് ഈക്വൽ ടു അവിടെ എന്താ? MI ഇൻറ്റു C ഇൻറ്റു എന്താ? TF മൈനസ് TA. മനസ്സിലായോ? അപ്പൊ അത് വെച്ചിട്ടാണ് ആൻസർ കിട്ടും. കംപ്ലീറ്റ് ചെയ്തോ അഭിനവ്? ഇല്ല സർ. സർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ ആംഗിൾ ഒക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ആംഗിൾ നോട്ട് ചെയ്യുന്ന പിന്നെ ഇതിപ്പോ 90° തന്നിരിക്കുന്നത്. സർ കേട്ടില്ല. എന്ത്? ഏതാ? കേട്ടില്ല. ഇപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന വന്ന് വീഴുന്ന ആംഗിൾ 90° തന്നിരിക്കുന്നത്. പിന്നെ പ്രിസത്തിനകത്ത് ഒരു ആംഗിള് 30 തന്നിരിക്കുന്നു, ഒരെണ്ണം 90 ആണെന്നറിയാം. അപ്പൊ ബാക്കി 60. അപ്പൊ ഇത് 90° വന്ന് വീഴുന്ന കഴിഞ്ഞാൽ ഇത് നോർമൽ ആയിട്ട് പോയിട്ട് ആ 30° ആംഗിൾ ഉള്ള ഹൈപ്പോട്ടന്യൂസ് സൈഡിലായിരിക്കും വന്ന് വീഴുന്നത്. അവിടെ അതിന് എന്ത് സംഭവിക്കുന്നുള്ളത് മനസ്സിലാക്കണം. അതായത് റിഫ്രാക്ഷൻ നടക്കുമോ, റിഫ്ലക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. ഞാൻ മറ്റേ ആംഗിളൊക്കെ കണ്ടുപിടിച്ചു. മറ്റേ 60° പിന്നെ 120° ഫോം ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. 60°. അത് സർ ഞാൻ ABC മൂന്നെണ്ണം ഡിവൈഡ് ചെയ്ത് അങ്ങനെ എഴുതി. അതൊക്കെ വേണം? ഞാൻ പറഞ്ഞുതരാം. എന്തായാലും മറ്റേ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്, വെളിയിൽ പോയിട്ടുണ്ട്. നമുക്ക് നോക്കണം അത്. കാരണം ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ വാല്യൂ എത്ര എന്നുള്ള കാര്യം അത് മനസ്സിലാക്കണം. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ വാല്യൂ എത്രയാ? ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ വാല്യൂ അറിയാതെ ഈ 3 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ വാല്യൂ എത്രയാണ്? 42. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ലൈറ്റ് റേ നോർമൽ ആയിട്ട് വന്ന് വീഴുന്നുണ്ട്. ഇത് നേരെ ഇവിടെ വന്ന് വീഴും, ഇവിടെ വന്ന് വീഴും. ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ വന്ന് വീഴും. ഓക്കെ, ഇവിടെ ഇതിന് വേണമെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ സംഭവിക്കാം അല്ലേ? അത് തീരുമാനിക്കുന്നത് എങ്ങനെ? ഇവിടെ നോർമൽ വരയ്ക്കാം, എന്നിട്ട് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നോർമൽ വരയ്ക്കുമ്പോൾ ഈ ലൈനും ഈ ലൈൻ നീട്ടി വരയ്ക്കുന്നാലും പാരലൽ അല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ ഇത് ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ, അതായത് ഈ ലൈനും എന്തായാലും പാരലൽ. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ എന്താ? ഈ ലൈൻ അതിന്റെ ട്രാൻസ്വേഴ്സൽ അല്ലേ? ആണോ? അല്ലേ? ശരിയല്ലേ? ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ? ഇത് ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ഇത് ട്രാൻസ്വേഴ്സൽ, ഇങ്ങനെ ട്രാൻസ്വേഴ്സൽ പോവാ, ഇങ്ങനെ പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഈ ആംഗിൾ തന്നെ ആയിരിക്കുമല്ലോ ഇവിടുത്തെ ഈ ആംഗിൾ, കറസ്പോണ്ടിങ് ആംഗിൾ. അപ്പം നമുക്ക് ഇവിടത്തെ ആംഗിൾ എന്ത് കിട്ടി? എല്ലാം തുടച്ചുകളയാം. ഇവിടത്തെ ആംഗിൾ എന്ത് കിട്ടി? ഇവിടത്തെ ആംഗിൾ എന്ത് കിട്ടി? 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? ഇത് 60 അല്ലേ? അപ്പം ഈ വന്ന് വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇപ്പം എത്ര? 60. അത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടും കൂടുതലല്ലേ? 42-നെക്കാട്ടും കൂടുതലല്ലേ? അപ്പൊ ഇത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ? ഇത് റിഫ്ലക്ട് ചെയ്യുമോ റിഫ്രാക്ട് ചെയ്യുമോ? റിഫ്ലക്ട് ചെയ്യും, കാരണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അങ്ങനെ എന്ത് ചെയ്യും? അത് 60° തന്നെ റിഫ്ലക്ട് ചെയ്തിട്ട് അത് എവിടെ വന്ന് വീഴുന്നു? ഇവിടെ നോർമൽ. ഇനി അവിടെ എന്ത് സംഭവിക്കും? അവിടെ റിഫ്ലക്ഷൻ നടക്കും, റിഫ്രാക്ഷൻ നടക്കും, കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഇപ്പം ഇത് 60° സെറ്റാണ്. ഓക്കെ, ഇനിയും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ വന്ന് വീഴുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇത് 60. ഓ,
ഇത് 30 ആണെന്നുണ്ട്, ഇതപ്പം 90 ഡിഗ്രി, അപ്പം ഇത് 60, ഇതപ്പം 30. ഇത് 30 ആണെങ്കിൽ ഓക്കെ, ഞാൻ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കാം, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണേ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് പടം. ഇവിടെ ഒന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ വന്നു. എന്ത് സംഭവിക്കുന്നു? നോർമലായിട്ട് വന്ന് വീണു. അതെന്ത് സംഭവിക്കുന്നു? എങ്ങനെ പോകുന്നു? അതിനെ ഇങ്ങനെ തന്നെ പോകുന്നു. ഇവിടെ വന്ന് വീഴും. ആണല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ വന്ന് വീഴുന്നത് നോർമൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ നോർമൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഇവിടുത്തെ നോർമൽ നമ്മൾ വരയ്ക്കണം. അപ്പൊ വന്ന് വീഴുന്ന പോയിന്റിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന സാധനമാണ് നോർമൽ. എന്നിട്ട് അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോക്കണം. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെ ഇതായിരിക്കും. ഈ ഇൻസിഡന്റ് റേയും നോർമലിൽ എടുക്കുന്നതാണ്. ഇവിടെ 30 ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് ലൈനും പാരലൽ ആയതുകൊണ്ട് ഇത് 30 ആയി. അങ്ങനെയാണെങ്കിൽ മൊത്തം 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര? 60. അപ്പൊ എന്തായാലും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. കാരണം 42 ആണ് ക്രിട്ടിക്കൽ ആംഗിൾ ഗ്ലാസിന്റെ. അപ്പൊ ഇത് ശരിക്കും ഇങ്ങനെ റിഫ്രാക്ട് ചെയ്ത് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകേണ്ടതിന് പകരം എന്ത് ചെയ്യുന്നു? അത് റിഫ്രാക്ട് ചെയ്യാതെ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ട് ചെയ്തിട്ട് 60 ഡിഗ്രി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഫോളോ ചെയ്യുന്നു. 60 ഡിഗ്രി തന്നെ. ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 60. ഇത് 60. ഇത് 60 ആണെങ്കിൽ ഇത് എത്ര വരും? 30 വരുമല്ലോ. സെറ്റാണല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ ആണല്ലോ നമുക്ക് നോർമൽ വരയ്ക്കേണ്ടത്. ഇനി ആ ഇൻസിഡന്റ് ആംഗിൾ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആ ഇൻസിഡന്റ് ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോർമൽ വരയ്ക്കും. നോർമൽ ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം? ഇതാണല്ലോ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും വലുതാണോ കുറവാണോ നോക്കണം അല്ലേ? നമുക്കറിയാം ഇത് മൊത്തം എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? ഓക്കെ, അപ്പൊ ഈ ആംഗിൾ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഇത് 30 വന്നു. ഇതെത്രയാ? 90 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെത്ര വരും? 60 വരും. അങ്ങനെയാണെങ്കിൽ ഇതെത്ര വരും? 120 വരത്തില്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ 30 ആണെങ്കിൽ ഇതെത്ര വരും? ഇത് 30 അല്ലേ വരുന്നത്? അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര? 30 അല്ലേ? 30 അല്ലേ? അപ്പൊ ഇറ്റ് ഈസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ? അപ്പൊ ഇവിടെ റിഫ്ലക്ഷൻ നടക്കും, റിഫ്രാക്ഷൻ നടക്കും, റിഫ്രാക്ഷൻ നടക്കും. എങ്ങനെയാ? ഡെൻസർ ടു റെയറർ. എന്താ സംഭവിക്കുന്നത്? ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്, ബെൻഡ് അവേ ഫ്രം നോർമൽ ആണ്. ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആയിരിക്കും. അങ്ങനെയാണ് ലൈറ്റ് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇനി ഇവിടെ 42 മുകളിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇതന്നെ ഇങ്ങനെ. അപ്പൊ പിന്നെ ഇവിടെ വന്ന് വീഴും, ഇവിടെ നോക്കണം. കത്തിയോ? കത്തിയോടാ അഭിനയ്? ഇത് ചെയ്തോ, ഇത് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ T1 T2 അങ്ങനെ പഠിച്ചത്? ആ കുഴപ്പമുണ്ടോ? ആ നമുക്ക് 85, അതായത് ഇത് 85 ഗ്രാം അല്ലേ? ഗ്രാമിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഗ്രാമിനെ കിലോഗ്രാം ആക്കണ്ടേ? 85 ഗ്രാം ഇത് ചെയ്താൽ മതിയോ? 85 തന്നെ. അപ്പൊ നോക്കിയോ, അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം: ഹീറ്റ് ലോസ്റ്റ് ബൈ വാട്ടർ എത്രയാ? ഈസിക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ എന്താ? ഇത് MW C ഇൻറ്റു എന്തെന്ന് എഴുതാം? 30 മൈനസ് 5 എന്ന് എഴുതാം. ഇവിടെ MI C ഇൻറ്റു എത്ര എഴുതാം? 5 മൈനസ് 0 എന്ന് എഴുതാം. ഇവിടെ 85 ഇൻറ്റു C എത്ര? 4.2 ഇൻറ്റു 25 ഈക്വൽ ടു ഇവിടെ MI ഇൻറ്റു C 4.2 തന്നെയാണ് ഇൻറ്റു എത്ര? 5. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ 5 ഇത് കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക്
അതിനകത്ത് ഒരു ഐസ് വരുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്. എന്താ അറിയാം, ഐസ് വരുമ്പോൾ ഒരു കാര്യം കൂടെ അതിനകത്ത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും കൂടെ ആഡ് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതായത് MI ഇൻറ്റു എൽ പ്ലസ് MI ഇൻറ്റു സി ഇൻറ്റു ഓക്കെ. എന്നിട്ട് വേണം ചെയ്യാം. അപ്പം MI ഇൻറ്റു 336 പ്ലസ് MI ഇൻറ്റു 4.2 ഇൻറ്റു 5. ഇവിടെ 336 MI പ്ലസ് 21 MI എന്ന് വരുന്നു. അവിടെ 357 MI എന്ന് വരുന്നു. ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് 85 വെട്ടാനൊന്നും പറ്റത്തില്ല. 85 ഇൻറ്റു 4.2 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് 8925 ജൂളെന്ന് വരും. ഇവിടെ 357 MI അല്ലേ, ജൂൾ നിങ്ങളുടെ കട്ട് ചെയ്ത്. ഇനി അവിടുന്ന് MI കണ്ടുപിടിച്ചാൽ ബയോളജിനെ ഒന്നും തുടങ്ങിയില്ല. അടുത്ത ആഴ്ച തുടങ്ങി ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ കുറച്ച്